പേര് ബിജോയാണ്. കോഴിക്കോട് സ്വദേശിയാണ്. സോറിയാറ്റിക് ആർത്രൈറ്റിസും അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടും ഒക്കെ വല്ലാത്തൊരു ദുരിതത്തിലുള്ളത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ ആയിട്ടാണ് ഈ വീഡിയോയ്ക്ക് നിൽക്കുന്നത്. ഇപ്പോൾ അസുഖങ്ങളൊക്കെ കൂടി ഉള്ളിലേക്കൊക്കെ ബാധിച്ച് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് ബാധിച്ച് നമുക്ക് ജീവൻ തന്നെ ഭീഷണിയായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാനും ഞങ്ങൾക്ക് കയറി കിടക്കാനൊരു വീടൊന്നുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കളും ഭാര്യയൊക്കെ അനാഥരായി പോകും. അപ്പോൾ അവർക്കും അവരെ ഭാവിയും കൂടി ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എനിക്കാണെങ്കിൽ അസുഖങ്ങൾ കൂടിയിട്ട് ഒരു ജോലിക്ക് പോകാനോ ഒരു നിത്യനിർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നിനും പറ്റുന്നുമില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിയാസ് കാരപ്പറമ്പ്, സമൂഹപ്രവർത്തകനാണ്. ബിജോയിനെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമായിരുന്നു എനിക്ക്. പക്ഷേ ബിജോയ് ഞങ്ങളടുത്ത് പരിചയപ്പെടുന്ന കാലം മുതലുള്ള ബിജോയുടെ അസുഖങ്ങളെല്ലാം നമുക്കറിയായിരുന്നു. അപ്പോൾ പലപ്പോഴായിട്ട് പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങളൊരു കൂട്ടായിട്ടുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പറ്റുന്ന ഒരു ഇതായിട്ടൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പരിചയപ്പെട്ട കാലം മുതൽ വരുന്ന ശേഷം മുതൽ തന്നെ 4ാമത്തെ വീടാണെന്ന് എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത്. അതായത് പല വീടുകളും നമുക്ക് വാടക കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് ഇറക്കി വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ 4ാമത്തെ വീട്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ജീവിതം മുന്നോട്ട് പോകുന്ന, അവന്റെ അസുഖത്തെ ബാധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ട് നടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാനോ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ബിജോയ്ക്കുള്ളത്. ഇതേ തുടർന്ന് അവരുടെ ചികിത്സയ്ക്കാണെങ്കിലും മക്കൾ രണ്ട് പെൺകുട്ടികളാണ്, 2 വയസ്സ് മാത്രമുള്ള 2 പെൺകുട്ടികളാണ്. മറ്റു ജോലിക്കോ കാര്യങ്ങളൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം വളരെ കഷ്ടതയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ അസുഖം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഒന്ന് കൈകോർത്ത് പറ്റുന്ന രീതിയിൽ ഒന്ന് സഹായിക്കണം.